പാചകവാതകത്തിനൊക്കെ വലിയ വില കൂടി വരികയാണല്ലോ ഇപ്പോൾ. എന്നാൽ പാലക്കാട് മുടപ്പല്ലൂർ ITCയിലെ വിദ്യാർത്ഥികൾ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. പാചകത്തിന് ശേഷം ബാക്കി വന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ച് സുഖമായി അടുപ്പ് കത്തിക്കാം. പാചകവാതകത്തിന് വില കൂടുകയാണ്. ഇനിയിപ്പോൾ ഉയർന്ന വില കൊടുത്ത് പാചകവാതകം വാങ്ങാമെന്ന് വെച്ചാലോ സാധനം കിട്ടാനുമില്ല. ഈ സാഹചര്യത്തിൽ പരിഹാരമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് വള്ളിയോട് ITCയിലെ വിദ്യാർത്ഥികൾ. വീടുകളിലും ഹോട്ടലുകളിലും ഉപയോഗിച്ച എണ്ണ ഇനി പാഴാക്കി കളയണ്ട. ഈ എണ്ണ പാചകത്തിനായി ഉപയോഗിക്കാം. അടുപ്പിൽ തീ ആളിക്കത്തും. ഈ വീടുകളിൽ വേസ്റ്റായി വരുന്ന ഓയിലുകൾ, ഈ പപ്പടം വറുക്കുന്ന എണ്ണ, ഈ മീൻ വറുക്കുന്ന എണ്ണ, അങ്ങനത്തെയൊക്കെ വേസ്റ്റായി വരുന്ന ഓയിലും കൊണ്ട് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റൗവാണിത്. ഈ പണ്ടത്തെ ഈ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെയൊക്കെ ഒരു ഇത് പമ്പ് ചെയ്തിട്ട് വെക്കില്ലേ, അങ്ങനത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സാണ്. സംഗതി എളുപ്പമാണ്. ആകെ വേണ്ടത് പാചകത്തിനായി ഉപയോഗിച്ച ഓയിൽ, ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാത്രം, ഓയിലിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള വാൽവും, ഒരു റെഗുലേറ്ററും കുഞ്ഞു ഫാനുമായാൽ വേസ്റ്റ് ഓയിൽ സ്റ്റൗ റെഡി. ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്രെയിമാണ് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൊരു ബർണറുണ്ട്. ബർണർ ഈ ടിന്നിൽ വെച്ചിരിക്കുന്നത് വേസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഈ ടാപ്പ് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാം. പൈപ്പിലൂടെ നേരെ പോയി ബർണറിൽ വീണ് അവിടെ കത്തുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ഒപ്പം ഇതൊന്ന് ആളി കത്താൻ വേണ്ടിയിട്ട് ഒരു ബ്ലോവർ ഫാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലോവർ ഫാൻ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ എന്തെങ്കിലും മതി അത് വർക്ക് ചെയ്യിക്കാനായിട്ട്. വലിയ കറണ്ടിൻ്റെ ഇതൊന്നും വന്നില്ല. ഒരു റെഗുലേറ്റർ ഉണ്ട്. റെഗുലേറ്ററിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫാൻ്റെ സ്പീഡ്. അപ്പോൾ അതിൻ്റെ തീയുടെ ആളൽ ഇത്തിരി കൂടി കൂടി കിട്ടും. വള്ളിയോട് ITCയിലെ മോട്ടോർ മെക്കാനിക് വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ഈ ചെറിയ സംവിധാനം ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പോഴത്തെ പാചകവാതക വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. നല്ല ആശയമല്ലേ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് കുറച്ച് പണിയല്ലേ എന്ന് തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്ക് നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്തായാലും വറക്കാനും പൊരിക്കാനും ഒക്കെ ആയിട്ട് ആവശ്യത്തിലധികം എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ ഉപയോഗം കഴിഞ്ഞ് അങ്ങ് കളയുകയായിരിക്കും പതിവ്. പക്ഷെ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന് പകരമായി അത് ഉപയോഗിക്കാം. ഗ്യാസ് വാങ്ങുന്നതിന്റെ വിലയും ലാഭം, എണ്ണ വാങ്ങിയതിന്റെ പണം അങ്ങേയറ്റം മുതലാവുകയും ചെയ്യും. ഗൂഗിൾ VS ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ, കുഞ്ഞു മനസ്സിലുദിച്ച ഒരു വലിയ ആശയം. കാരണം ഇപ്പോൾ ഗ്യാസിന്റെ വിലയൊക്കെ കൂടിക്കൂടി വരികയും അതിനൊപ്പം തന്നെ ഗ്യാസിന്റെ ലഭ്യതയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൃത്യമായ ഇടവേളകളൊക്കെ ഉണ്ട് ഗ്യാസ് സിലിണ്ടർ കിട്ടാനായിട്ട്. വീട്ടാവശ്യത്തിനാണെങ്കിൽ, വാണിജ്യ സിലിണ്ടറിലാണെങ്കിൽ അത് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആശയത്തിന് എന്തായാലും വലിയൊരു കയ്യടി കൊടുക്കണം. നമ്മൾ എന്ത് പഠിക്കുകയായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിക്കോട്ടെ അത് സമൂഹത്തിന് കൂടി ഗുണകരമാകണം. നമ്മുടെ എന്ത് കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് മൊത്തത്തിലുള്ളൊരു പൊതുസമൂഹത്തിന് ഗുണകരമാകണം എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുടപ്പല്ലൂരിലെ ITCയിലെ കുട്ടികൾ ചെയ്ത അവരുടെ ഒരു പുതിയ പരീക്ഷണം, ഒരു സ്റ്റൗവിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഇന്ധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ഗ്യാസിനൊക്കെ വലിയ രീതിയിൽ വില കൂടുന്ന ഈ ഒരു കാലത്ത് ഇതൊരു നല്ല ഒരു പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം ഈ കുട്ടികളുടെ പരീക്ഷണം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ തട്ടുകടകളൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവർ ഉപയോഗിച്ച വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കില്ല, മറിച്ച് അതിങ്ങനെ ഈ തരത്തിൽ ഇന്ധനമാക്കിയിട്ട് പാചകത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് കൂടാണ്. അതോടൊപ്പം തന്നെ കടക്കാർക്കും വലിയ രീതിയിൽ ഗ്യാസിൻ്റെ വലിയൊരു ചെലവ് ലാഭിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു പരീക്ഷണത്തെ നമ്മൾ ആ രീതിയിൽ നല്ല പ്രോത്സാഹനം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതും വളരെ നിസ്സാര ചെലവുള്ളത് ഉണ്ടാക്കാൻ എന്നാണ് അവർ പറയുന്നത്. ഏകദേശം 1000-ൽ താഴെ രൂപ മാത്രം മതി. അവരുടെ അധ്യാപകരൊക്കെ തന്നെ അവർക്ക് വലിയ സപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ഓരോ കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ ഓരോ പരീക്ഷണമായിക്കോട്ടെ, നമ്മുടെ ഓരോ പഠനവും അത് സമൂഹത്തിന് എങ്ങനെ ഗുണമാകും എന്നുള്ളത് ചിന്തിച്ച് ആ രീതിയിൽ ഇടപെടുന്നത് വലിയ രീതിയിൽ പൊതുസമൂഹത്തിനും പഠിക്കുന്നവർക്കും ഒക്കെ തന്നെ വലിയ രീതിയിൽ കുഞ്ഞുങ്ങളുടെ ആശയം എന്തായാലും കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ. അവരത് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കട്ടെ. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ഈ തട്ടുകട നടത്തുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവർക്കാണ് ഇത്ര കാശ് കൊടുത്ത് ഈ ഗ്യാസ് സിലിണ്ടർ എടുത്താൽ അത് മുതലാകാതെ വരുന്നത്. അപ്പൊ എന്തായാലും എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പൊ അത് ഈ രീതിയിൽ കൂടി ഒന്ന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്.